മഴയിൽ വീടുകളുടെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന മഴക്കാലം 99-ലെ പ്രളയത്തിന്റെ സമാന രീതിയിലായിരിക്കുമെന്ന് പറയപ്പെടുന്നു. അന്ന് മാട്ടുപ്പെട്ടിയിലെ ബണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഭയക്കാൻ മുല്ലപ്പെരിയാർ ഡാം. ഈ സംഭവം നടന്നത് 1924. ഇന്ന് വർഷം 2024. കൃത്യം 100ാമത്തെ വർഷം. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാട്ടുപ്പെട്ടിയിലെ ബണ്ട് പൊട്ടിയതുപോലെ ആയിരിക്കില്ല. കാരണം ഇടുക്കിയിലെ ഡാം ഒരു കൊച്ചു കടലിന് സമാനമാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി ഡാം താങ്ങിയില്ലെങ്കിൽ കേരളം വെറും ഓർമ്മയായി മാറും. 6 ജില്ലകളിൽ മാത്രം ബാധിക്കുമെന്ന് കരുതി ബാക്കിയുള്ളവർ സമാധാനിക്കേണ്ട. ഈ ഒരു അപകടം സംഭവിച്ചാൽ മൃഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 50 ലക്ഷത്തോളം ജീവനെങ്കിലും പൊലിയും. ഇത്രയും വെള്ളം കടലിലേക്ക് പതിച്ചാൽ കടൽ തിരിച്ചടിക്കും. അതോടെ സുനാമി ഉണ്ടാകും. ഈ 50 ലക്ഷത്തോളം ജീവൻ മറവ് ചെയ്യാത്ത പക്ഷം ബാക്കിയുള്ളവർക്ക് പകർച്ചവ്യാധികൾ ഉണ്ടായേക്കാം. വരാനിരിക്കുന്നത് തികച്ചും നിർണായക നിമിഷങ്ങൾ.